നമസ്കാരം. പ്രധാന വാർത്തകൾ. അപകടക്കെണിയായി ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ റോഡിലെ കുഴികൾ. പൈപ്പ് ലൈൻ നിർമ്മാണത്തിനായി മാസങ്ങൾക്ക് മുന്നേ എടുത്ത കുഴി ഇതുവരെയും നികത്തിയില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. വാഹന പരിശോധനയുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ. മണ്ണാർക്കാട് പോത്തോഴിക്കാവ് തടയണയുടെ പരിപാലനത്തിൽ ആക്ഷേപവുമായി നാട്ടുകാർ. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി പരാതി. കനത്ത മഴയിൽ ഒറ്റപ്പാലം സപ്ലൈകോ ബസാറിന് മുന്നിൽ വെള്ളക്കെട്ട്. വഴിയാത്രയ്ക്ക് പോലുമാകാതെ വലഞ്ഞ നാട്ടുകാർ. ദേശീയപാതയിലെ കുഴിയിൽ വീണുണ്ടായ അപകടം. ഓട്ടോ ഡ്രൈവർ മരിച്ച സംഭവത്തിൽ അധികാരികൾക്കെതിരെ കേസെടുക്കണമെന്ന് യൂത്ത് ലീഗ്. വിശദമായ വാർത്തകളിലേക്ക്. ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ റോഡിലെ കുഴികൾ അപകടക്കെണിയാകുന്നു. മാസങ്ങൾക്ക് മുൻപ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പ്രവൃത്തികൾക്കായി കുഴിയെടുത്തത് മൂടാത്തതാണ് അപകടകരമായി തുടരുന്നത്. ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ റോഡിലെ ഈ കുഴികൾ റോഡിന്റെ കാലപ്പഴക്കം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഉണ്ടായതല്ല. പൊതുജനങ്ങൾക്കായി വാട്ടർ അതോറിറ്റി ഒരുക്കിയ അപകടക്കെണിയാണ് ഈ കുഴികൾ. മാസങ്ങൾക്ക് മുമ്പാണ് ഹൈസ്കൂൾ റോഡിൽ പൈപ്പ് ലൈൻ പ്രവൃത്തികൾക്കായി പലയിടങ്ങളിലായി വാട്ടർ അതോറിറ്റി മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്തത്. എന്നാൽ പ്രവൃത്തി കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും കുഴികൾ വേണ്ടവിധം മൂടാനോ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്താനോ ആരും തയ്യാറായിട്ടില്ല. തൽക്കാലം മണ്ണിട്ട് നികത്തി തടി തപ്പിയ അധികൃതർ പിന്നീട് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മാസങ്ങൾ പിന്നിട്ട് മഴക്കാലം എത്തിയതോടെ മണ്ണെല്ലാം ഒലിച്ചുപോയി വലിയ അപകടക്കെണികളായി ഈ കുഴികൾ മാറിയിട്ടുണ്ട്. ഹൈസ്കൂൾ റോഡിന്റെ ഒരു ഭാഗത്ത് റോഡിന്റെ പകുതിയോളം ഭാഗമാണ് കുഴിയായി മാറിയിരിക്കുന്നത്. മഴ പെയ്താൽ വലിയ വെള്ളക്കെട്ടും ഇവിടെ രൂപപ്പെടും. മറ്റു രണ്ടിടങ്ങളിൽ നടുറോട്ടിൽ വലിയ ഗർത്തങ്ങളും കാണാം. ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇതുവഴി ദിനേന കടന്നുപോകുന്നത്. ഇവർക്കിടയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ കുഴികൾ മറികടക്കാൻ ശ്രമിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി അത്യാധുനിക നഗരമായി ചെറുപ്പശ്ശേരി മാറുമ്പോഴും ചിലരുടെ അനാസ്ഥ മൂലം ഇപ്പോഴും ഇതുപോലുള്ള അപകടക്കെണികൾ ചെറുപ്പശ്ശേരിയിൽ ബാക്കിയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുപ്പശ്ശേരി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാഹന പരിശോധനയിൽ ജനങ്ങൾ സഹകരിക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് ആവശ്യപ്പെട്ടു. ചില മാധ്യമ റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ജില്ലാ കളക്ടർ അഭ്യർത്ഥന പുറപ്പെടുവിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ നടത്തുന്ന വാഹന പരിശോധനയ്ക്ക് എല്ലാവരും സഹകരിക്കണമെന്ന് ജില്ലാ ഇലക്ഷൻ ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദ് അറിയിച്ചു. പരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമ റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ജില്ലാ കളക്ടർ അഭ്യർത്ഥന പുറപ്പെടുവിച്ചത്. സ്വതന്ത്രവും നീതിയുക്തവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടപടികൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് വാഹന പരിശോധന എന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ മണ്ഡലത്തിൽ 10 സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾ, 9 ഫ്ലൈയിങ് സ്ക്വാഡുകളും 3 ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകളും 2 വീഡിയോ സർവൈലൻസ് ടീമുകളും മറ്റ് സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള നിർബന്ധിത നടപടികൾ ആണിതെന്ന് കളക്ടർ അറിയിച്ചു. മണ്ഡലത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾ താൽക്കാലിക ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹന പരിശോധന നടത്തുന്നുണ്ട്. ഈ സംഘങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. ഇവർക്ക് നൽകിയ ചുമതലകളിൽ വാഹനങ്ങളുടെ സമഗ്ര പരിശോധന ഉൾപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഈ നിർബന്ധിത പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നതായും കളക്ടർ അറിയിച്ചു. മണ്ണാർക്കാട് പോത്തോഴിക്കാവ് തടയണയുടെ പരിപാലനത്തിലെ വീഴ്ചകളും അശാസ്ത്രീയമായ നിർമ്മാണവും ഗുരുതരമായ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നതായി നാട്ടുകാർ.
തടയണയ്ക്ക് സമീപം മണ്ണും കല്ലും അടിഞ്ഞുകൂടി പുല്ല് വളർന്നത് നീക്കം ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ജലസംഭരണത്തിനും ശുദ്ധജല വിതരണത്തിനുമായി നിർമ്മിച്ച തടയണ ഇപ്പോൾ മണ്ണിടിച്ചിൽ, മലിനജലം, പകർച്ചവ്യാധി ഭീഷണി എന്നിവയ്ക്ക് കാരണമാകുന്നുവെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. പ്രദേശത്ത് മാലിന്യങ്ങളും വന്നടിയുന്നുണ്ട്. 7 അടി താഴ്ചയുണ്ടായിരുന്ന തടയണയിൽ മണ്ണ്, മണൽ, കല്ല്, ചെളി എന്നിവ നിറഞ്ഞ് 3 അടിയായി കുറഞ്ഞു. തടയണയുടെ പകുതി ഭാഗം പൂർണ്ണമായും മൺതിട്ടകൾ നിറഞ്ഞ് തടയണയോട് ചേർന്ന് മറിഞ്ഞുകിടക്കുകയാണ്. തടയണയുടെ പകുതി ഭാഗം പൂർണ്ണമായും മൺതിട്ടകൾ നിറഞ്ഞ് തടയണയോട് ചേർന്ന് മണ്ണ് നിറഞ്ഞു കിടക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായി ഷട്ടറുകൾ തുറക്കാത്തതിനാൽ ചെളി, കല്ല്, പ്ലാസ്റ്റിക് തുടങ്ങിയ മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയിട്ടുണ്ട്. മഴക്കാലത്ത് 6 മാസം തടയണ തുറന്ന് മാലിന്യങ്ങൾ ഒഴുക്കിക്കളയണമെന്നിരിക്കെ ഇതൊന്നും നടപ്പാവുന്നില്ല. അശാസ്ത്രീയ നിർമ്മാണം മൂലം തടയണ സ്വാഭാവികമായ ജലപ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും പുഴയുടെ ഗതിമാറ്റത്തിനും മണ്ണിടിച്ചിലിനും ഇടയാക്കി. പുഴയുടെ ഗതിമാറ്റം സമീപത്തെ പോർക്കൊരിക്കൽ ക്ഷേത്രത്തിന്റെ സംരക്ഷണ ഭിത്തിക്ക് ഭീഷണിയായി. 3 വർഷം മുമ്പ് ലക്ഷങ്ങൾ ചെലവഴിച്ച് തടയണയിലെ ചെളിയും മണലും കോരി ഒരു വശത്തേക്ക് മാറ്റിയിരുന്നു. ഈ ഭാഗത്ത് കാട് വളരുകയും വിഷജന്തുക്കളുടെയും തെരുവ് നായ്ക്കളുടെയും ഇടമാവുകയും ചെയ്തു. മലവെള്ളത്തിൽ ഈ മാലിന്യം വീണ്ടും തടയണയിലേക്ക് തിരിച്ചെത്തുകയാണ്. ഭക്തർക്കും സന്ദർശകർക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. തടയണയിലെ മാലിന്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യുക, നിശ്ചിത ഇടവേളകളിൽ പരിശോധനയും അറ്റകുറ്റപ്പണികളും നടത്തുക, പ്രദേശവാസികളുടെ പങ്കാളിത്തത്തോടെ തടയണ സംരക്ഷണ സമിതി രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. കനത്ത മഴ ആരംഭിച്ചതോടെ ഒറ്റപ്പാലം സപ്ലൈകോ പീപ്പിൾ ബസാറിന് മുന്നിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിന്റെ പുറകുവശത്താണ് വഴി നടക്കാൻ പോലും ആകാത്ത രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. മഴ പെയ്താൽ പിന്നെ ഒറ്റപ്പാലത്തെ സപ്ലൈകോ പീപ്പിൾസ് ബസാറിലെത്താൻ ഈ വെള്ളക്കെട്ട് താണ്ടണം. സാധനങ്ങൾ വാങ്ങി വരുന്നയാളുകൾ ഈ വെള്ളക്കെട്ടിലൂടെ പോകണമെന്ന് ചുരുക്കം. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിന് പുറകിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് വെള്ളക്കെട്ടിലുള്ളത്. സ്റ്റാൻഡിൽ നിന്നും സുന്ദരയ്യ റോഡ് പരിസരത്ത് നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് കൂടിയാണിത്. പാലക്കാട് ജില്ലയിൽ തന്നെ കൂടുതൽ വരുമാനമുള്ള പീപ്പിൾസ് ബസാറുകളിൽ ഒന്നാണ് ഒറ്റപ്പാലത്തേത്. അവിടേക്ക് എത്താനാണ് നാട്ടുകാർ വെള്ളക്കെട്ട് താണ്ടേണ്ട സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു വഴിയുള്ളത് പച്ചക്കറി വിപണന കേന്ദ്രത്തിന് സമീപത്തു കൂടി കയറി സ്റ്റാൻഡിലൂടെ എത്തുന്നതാണ്. സാധനങ്ങളും തൂക്കി ഇത്രയും ദൂരം നടക്കുന്നതും കഷ്ടപ്പാടാണ്. ഒറ്റപ്പാലം ടൗണിൽ എവിടെയും പാർക്കിങ്ങിന് സ്ഥലമില്ല. വീതി കുറഞ്ഞ റോഡ് കൂടിയായ പട്ടണത്തിൽ ആകെ നഗരസഭയുടേതായുള്ള പാർക്കിംഗ് ഏരിയ കൂടിയാണ് വെള്ളക്കെട്ടിൽ മുങ്ങി നിൽക്കുന്നത്. ഇതോടെ ഇവിടെ പാർക്ക് ചെയ്യാനും ആളുകൾ മടിക്കുന്ന സ്ഥിതിയാണ്. മഴ കനക്കുമ്പോൾ വർഷാവർഷം ഉണ്ടാകുന്ന ഈ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ നഗരസഭാ അധികൃതർ ഒന്നും ചെയ്യില്ലെന്ന ആരോപണവുമുണ്ട്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കരിങ്കല്ലത്താണി മണലംപുറത്ത് രൂപപ്പെട്ട കുഴിയിൽ ഓട്ടോറിക്ഷ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ മരിച്ചു. സംഭവത്തിൽ ദേശീയപാത ഉദ്യോഗസ്ഥർക്കെതിരെ നരഹത്യക്ക് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ഒറ്റപ്പാലം നിയോജകമണ്ഡലം കമ്മിറ്റി നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് മാസ് പെറ്റീഷൻ നൽകി. മഴ തുടങ്ങിയതോടെയാണ് ദേശീയപാത മണലുംപുറത്ത് നിരവധി കുഴികൾ രൂപപ്പെട്ടത്. അപകട മുന്നറിയിപ്പായി നാട്ടുകാർ പോലീസിന്റെ 3 ബാരിക്കേഡുകൾ കുഴികൾക്ക് സമീപം വെച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 9-ാം തീയതി ഇതിലെ ഒരു കുഴിയിൽ ഓട്ടോറിക്ഷ ചാടിയുണ്ടായ അപകടത്തിൽ ഓട്ടോ ഓടിച്ചിരുന്ന താഴേക്കോട് മരുതല സ്വദേശി കിളിയത്ത് ഹംസ മരിച്ചിരുന്നു. മറ്റൊരാൾക്ക് ഗുരുതര പരിക്കേറ്റു. കുഴികൾ അപകടം വരുത്തിവെക്കുമെന്നും ഉടൻ അടക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ദേശീയപാത അധികൃതരെ അറിയിച്ചിട്ടും നടപടി സ്വീകരിക്കാത്തതാണ് ഒരാളുടെ ജീവൻ പൊലിയാൻ കാരണമെന്ന് യൂത്ത് ലീഗ് ഒറ്റപ്പാലം നിയോജകമണ്ഡലം കമ്മിറ്റി ആരോപിക്കുന്നു. വിഷയത്തിൽ ദേശീയപാത അധികൃതർക്കെതിരെ നരഹത്യക്ക് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നിയോജകമണ്ഡലം പ്രസിഡന്റ് CP സുബീർ നാട്ടുകൽ പോലീസ് SHO ഹബീബുള്ളയ്ക്ക് മാസ് പെറ്റീഷൻ നൽകി. AXനോട് വളരെ കൃത്യമായ അതിന്റെ ഗൗരവം പറഞ്ഞതാണ്. അത് ഒരു ശാശ്വത പരിഹാരമല്ലാതെ എന്തെങ്കിലും ചെയ്തു പോകുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഈയിടെ അടുത്ത ദിവസം ഈ പാവപ്പെട്ട ആൾ മരണപ്പെട്ടിരിക്കുകയാണ്. ഈ മരണപ്പെട്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അത് ആ കുഴിക്ക് കാരണമായ AX, കാരണം അത് അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തതിൻ്റെ പേരിലാണ് സംഭവിച്ചത്. അപ്പോൾ AXക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് ചുമത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മാസ് പെറ്റീഷൻ കൊടുത്തത്. ജനറൽ സെക്രട്ടറി അനസ് കരിമ്പുഴ, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഉമ്മർ ചോലശ്ശേരി, മണ്ഡലം സെക്രട്ടറി EK അസ്കർ, മുസ്ലിം ലീഗ് തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K ഹംസ, യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഉനീസ് ചത്തല്ലൂർ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. രാജ്യത്തുണ്ടാകുന്ന വരുമാനത്തിൽ ന്യായമായ പങ്ക് പണിയെടുക്കുന്നവർക്കും ഉണ്ടാകണമെന്ന് മുൻ മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച EMS സ്മൃതി പ്രഭാഷണവും സംവാദവും പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു
ഡോക്ടർ TM തോമസ് ഐസക്. പട്ടാമ്പി രാജൻ സ്മാരക പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് EMS സ്മൃതി പ്രഭാഷണവും സംവാദവും സംഘടിപ്പിച്ചത്. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ വേഗത കൂടുന്നുണ്ട് കേട്ടോ. ഇപ്പോഴൊന്നുമല്ല, ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഒരു വർഷം 1% പോലും സാമ്പത്തിക വളർച്ച ഉണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടി പുതിയ നയങ്ങളൊക്കെ ആവിഷ്കരിച്ചപ്പോ 3.5%. പിന്നെ 80കളില് രാജീവ് ഗാന്ധിയുടെ ഒക്കെ പരിഷ്കാരങ്ങൾ വന്നപ്പോ അത് 5.5%. 91 അന്നുമുള്ള കാലം എടുത്തിട്ടുണ്ടെങ്കിൽ 5.5%, 7%. അങ്ങനെ കയറിക്കൊണ്ടിരിക്കണില്ല. അന്ന് ശ്രദ്ധിക്കണ്ട, അതിപ്പോ എന്തോ ഉണ്ടായ കാര്യമാണെന്ന് ആരും പറയാതിരുന്ന് വെച്ചാൽ മതി. പക്ഷെ പ്രശ്നം എന്താ? വികസനം എന്ന് പറഞ്ഞാൽ ഈ വളർച്ച മാത്രമല്ല, അതിന്റെ നേട്ടം ജനങ്ങൾക്ക് എത്ര കിട്ടുന്നു കൂടി നോക്കണം. അങ്ങനെ നോക്കുമ്പോഴാണ് ഇന്ത്യയിലെ 10% ജനങ്ങളുടെ കയ്യിലേക്കാണ് 57% വരുമാനവും പോകുന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുബൈദ ഇസാഖ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, TK നാരായണദാസ്, T ഗോപാലകൃഷ്ണൻ, NP വിനയകുമാർ, AV സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കരിങ്കല്ലത്താണി മൈലുംപുറത്ത് ദേശീയപാതയിലെ കുഴിയിൽ ഓട്ടോറിക്ഷ അപകടത്തിൽ ഒരാൾ മരിച്ചിട്ടും കുഴികൾ അടയ്ക്കാൻ ദേശീയപാത അധികൃതർ തയ്യാറാകുന്നില്ല. കോറി വേസ്റ്റിട്ടാലും മതി, അപകടം ഉണ്ടാവില്ലല്ലോ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഓട്ടോറിക്ഷ കുഴിയിൽ ചാടി നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് താഴേക്കോട് സ്വദേശിയായ കിളിയത്ത് ഹംസ മരിച്ചത്. അപകടം നടന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും അപകടത്തിന് കാരണമായ കുഴികൾ അടയ്ക്കാൻ ദേശീയപാത അധികൃതർ തയ്യാറായിട്ടില്ല. കാർ, ഓട്ടോറിക്ഷ, മോട്ടോർ സൈക്കിൾ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങളുടെ ചക്രങ്ങൾ പൂർണ്ണമായും മൂടാൻ വലിപ്പമുള്ള കുഴികളാണ് എല്ലാം. മഴ പെയ്യുന്നതിനാൽ ടാർ ചെയ്ത് കുഴികളടക്കാൻ കഴിയില്ല. എങ്കിലും തൽക്കാലത്തേക്ക് ക്വാറി വേസ്റ്റ് നിരത്തിയെങ്കിലും അപകടം ഒഴിവാക്കാൻ അധികൃതർക്ക് കഴിയുമായിരുന്നു. അതിനും ശ്രമിക്കുന്നില്ല എന്നത് പ്രതിഷേധാർഹമാണെന്ന് പൊതുപ്രവർത്തകനായ CP സുബൈർ പറഞ്ഞു. ഇന്ന് അപകടം നടന്ന് ഇന്ന് ദിവസം വരെ ഇപ്പോഴും അവിടെ ഒരു കോറി വേസ്റ്റ് പോലും കൊണ്ടുപോയിടാൻ, അതല്ലെങ്കിൽ ആ കുഴി അടക്കമുള്ള ഒരു സംവിധാനവും ഈ മഴക്കാലത്ത് ടാർ ചെയ്യാൻ കഴിയില്ല. പക്ഷെ അതിലെന്തെങ്കിലും ഒന്ന് അത് മൂടുന്നൊരു സാഹചര്യം പോലും ഈ നിമിഷം വരെ ഏക്ഷര ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ കുഴികൾ രൂപപ്പെട്ടിരുന്നു. അന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ നിരവധി സമരങ്ങൾക്ക് ശേഷമാണ് കുഴികൾ അടയ്ക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായത്. സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്ക് വിശ്വാസ്യതയില്ലെന്ന് ഗതാഗത വകുപ്പ് സെക്രട്ടറി PB നോഹ്. പത്രങ്ങളിലും വാർത്താ ചാനലുകളിലും വരുന്ന വാർത്തകൾക്ക് കൃത്യമായ വിശ്വാസ്യതയുണ്ടെന്നും റൂറൽ ബാങ്ക് അവാർഡ് ദാന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. പത്രങ്ങളും ന്യൂസ് ചാനലുകളും നൽകിയ വാർത്തകളിൽ തെറ്റ് സംഭവിച്ചാൽ അവർ അടുത്ത ദിവസം മാപ്പ് ചോദിക്കും. എന്നാൽ സമൂഹ മാധ്യമത്തിൽ വന്ന തെറ്റായ വാർത്തകൾക്ക് ആരെങ്കിലും മാപ്പ് ചോദിച്ചിട്ടുണ്ടോ? സമൂഹ മാധ്യമങ്ങളിൽ റീലുകളും വാർത്തകളും പോസ്റ്റ് ചെയ്യുന്നവരുടെ വിശ്വാസ്യത എന്താണെന്ന് പോലും നമുക്കറിയില്ല. സമൂഹ മാധ്യമങ്ങൾ കുട്ടികളിലും രക്ഷിതാക്കളിലും നിഷേധാത്മകമായ സ്വാധീനമാണ് ചെലുത്തുന്നത്. മുതിർന്നവർക്ക് ജീവിത പരിചയമുള്ളതിനാൽ സ്വാധീനിക്കുന്നതിന്റെ തോതിൽ കുറവുണ്ടാകും. പക്ഷേ കുട്ടികളിൽ അമിത സ്വാധീനമാണ് വരുത്തുന്നത്. ഇത് തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ണാർക്കാട് റൂറൽ ബാങ്ക് സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ കുട്ടികളോടും രക്ഷിതാക്കളോടും ആശയവിനിമയം നടത്തുന്നതിനിടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തെക്കുറിച്ചുള്ള രക്ഷിതാവിന്റെ സംശയത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. സോഷ്യൽ മീഡിയ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ലോകമല്ല. ലോകത്ത് ഏത് രാജ്യത്തേക്കും, ലോകത്ത് ഏതറ്റത്തിരിക്കുന്ന ഏത് മനുഷ്യരിലേക്കും ഇൻസ്റ്റന്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം. ഈ ആളുകളൊക്കെ ഏത് തരത്തിലുള്ള ആളുകളാണ്, ഇവരൊക്കെ എന്ത് ചെയ്യുന്ന ആളുകളാണ് എന്ന് നമുക്കറിയില്ല. ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇവർ പറയുന്ന നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു 10 പേരെ മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോഷ്യൽ മീഡിയ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ. ഈ ആളുകളുടെ ക്രെഡിബിലിറ്റി എന്താണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാ ദിവസവും പത്രം വരും, മനോരമ, മാതൃഭൂമി, ഹിന്ദു പത്രം വരും. ആ പത്രത്തിൽ വരുന്ന വാർത്തകൾക്ക് കൃത്യമായിട്ടുള്ള ക്രെഡിബിലിറ്റി ഉണ്ട്. ആ വാർത്തകളിൽ ഏതെങ്കിലും തെറ്റാണെങ്കിൽ അടുത്ത ദിവസം അവർ തെറ്റായിരുന്നു മാപ്പ് ചോദിക്കും.
നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വാർത്തയ്ക്ക് ആരെങ്കിലും മാപ്പ് ചോദിക്കാറുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾക്ക് ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച അനുമോദന സദസ്സ് ഗതാഗത വകുപ്പ് സെക്രട്ടറി PB നൂഹ് ഉദ്ഘാടനം ചെയ്തു. ഇൻസ്റ്റഗ്രാം പോലുള്ള ആപ്പുകളുടെ സ്വാധീനത്തിൽപ്പെട്ട് വിദ്യാർത്ഥികൾ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറരുതെന്നും അദ്ദേഹം പറഞ്ഞു. റൂറൽ ബാങ്കിന്റെ പ്രവർത്തന പരിധിയായ മണ്ണാർക്കാട് നഗരസഭ, തെങ്കര പഞ്ചായത്തുകളിൽ SSLC+2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയവർക്ക് ബാങ്ക് ഏർപ്പെടുത്തിയ അനുമോദനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾ മാത്രമല്ല, മുതിർന്നവർ പോലും ഡിജിറ്റൽ ഡിസ്ട്രാക്ഷന് അടിമപ്പെടുകയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നതിനിടെ ഒരു റീൽസ് കാണാമെന്ന് കരുതി ഇൻസ്റ്റയിൽ പോകുന്നവർ മണിക്കൂറുകൾ കഴിഞ്ഞാണ് മടങ്ങി വരുന്നത്. ഇത് ഇൻസ്റ്റാഗ്രാമിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും വിജയമാണ്. ഇത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്ന ആപ്പുകൾ കണ്ടെത്തി വിവേകത്തോടെ ഉപയോഗിക്കണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു. ഡിജിറ്റൽ മീഡിയ കൺസെപ്റ്റുകൾ വലിയ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, അല്ലെ? നമുക്ക് എല്ലാവർക്കും ഇടയ്ക്ക് ഒരു ചുമ്മാ ഇരിക്കുമ്പോൾ, ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോൾ കൈ പതുക്കെ ഒന്ന് തരിക്കും, ജസ്റ്റ് ഒന്ന് എടുത്തൊന്ന് നോക്കാനായിട്ട്. ഒരു റീല് കണ്ടതേ നമുക്ക് ഓർമ്മയുള്ളൂ, പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഓർമ്മ, അല്ലെ? ഇത് ഇൻസ്റ്റഗ്രാമിന്റെ വിജയമാണ്, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വിജയമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ്, ഒരു ബാഗ് നിങ്ങൾ ഒരു പ്രാവശ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അച്ഛനോട് ഒരു ബൈക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മൊബൈൽ ഫോണിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ മൊബൈൽ കേട്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ തന്നെ ആ മൊബൈൽ എടുത്ത് കാണിച്ചു തന്ന് അത് കണ്ടപ്പോൾ നമ്മളൊന്ന് അറിയാതെ ഒന്നുകൂടി നോക്കി. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉറപ്പിച്ചു പോയി, ഞാൻ നേരത്തെ കേട്ടത് ശരിയാണ്, ഇവന് ഈ മൊബൈലിൽ താല്പര്യമുണ്ട്. ഇതുപോലത്തെ ഒരു 15 മൊബൈൽ വരുന്ന 15 ദിവസത്തേക്ക് കാണിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ അഡിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം വലിയൊരു ഡിസ്ട്രാക്ഷനാണ്. ഈ ഡിസ്ട്രാക്ഷൻ നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം. അതിന് കൃത്യമായിട്ടുള്ള പരിമിതികൾ നിങ്ങൾ വച്ചിട്ടുണ്ടാകണം. അതിനെ ഓവർകം ചെയ്യാനുള്ള, നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്ന മെമ്മറി പവർ തിരിച്ചെടുക്കാനുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, മൊബൈൽ ആപ്പുകളുണ്ട്. അതിനെല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും പഠിക്കാനും ഒക്കെ പറ്റും. ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, ഫോക്കസ് ലീപ്പർ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന നല്ല മൊബൈൽ ആപ്പുകളാണ്. മെമ്മറി പവർ കൂട്ടാനുള്ള ഒത്തിരി മൊബൈൽ ആപ്പുകളുണ്ട്, എടുക്കാവുന്ന കാര്യമാണ്. ബാങ്ക് പ്രസിഡന്റ് PN മോഹനൻ അധ്യക്ഷത വഹിച്ചു. കേരള സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് അംഗം NK നാരായണൻകുട്ടി, റൂറൽ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ M പുരുഷോത്തമൻ, ബാങ്ക് സെക്രട്ടറി S അജയ്കുമാർ, മുൻ പ്രസിഡന്റ് TR സെബാസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റ് റഷീദ് ബാബു എന്നിവർ പ്രസംഗിച്ചു. 2018 വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. K പ്രേംകുമാർ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KTPDS ആക്ട് പുനഃപരിശോധിക്കുക, ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, കമ്മീഷൻ അതതു മാസം 5-ാം തീയതിക്കുള്ളിൽ ലഭ്യമാക്കുക, 10-ാം തീയതിക്കുള്ളിൽ ഭക്ഷ്യധാന്യങ്ങൾ കടകളിൽ എത്തിക്കുക, പോർട്ടബിലിറ്റി അവസാനിപ്പിക്കുക, മണ്ണെണ്ണ കടകളിൽ എത്തിച്ചു നൽകുക, 5% ലീക്കേജ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രമേയമായി സമ്മേളനം ആവശ്യപ്പെട്ടു. 19-ാം മൈലിൽ വെച്ച് നടന്ന സമ്മേളനം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മേഖലയിലുള്ളവരുടെ സമ്മേളനം എന്നതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു സമ്മേളനമായിട്ടാണ് ഞാൻ ഈ സമ്മേളനത്തിൽ കാണുന്നത്. നമുക്കറിയാം, നമ്മുടെ നാടിന്റെ, രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഭക്ഷണം തന്നെയാണ്. ഭക്ഷ്യമേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ എന്തിനാണ് ഒരു രാജ്യത്ത് ഗവൺമെന്റ് എന്ന് ചോദിച്ചാൽ, ആഹാരം, വസ്ത്രം, പാർപ്പിടം, സാമൂഹ്യമായ സുരക്ഷിതത്വം, മനുഷ്യർക്ക് ആത്മവിശ്വാസം എന്നിവയെല്ലാം നൽകാനാണ് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ ഭരണകൂടത്തിന്, ഗവൺമെന്റിന് ഉത്തരവാദിത്വവും ചുമതലയുള്ളത്. ആ ചുമതല കൃത്യമായി നിർവഹിക്കുക എന്നതിൽ നിന്ന് ഒരു കാരണവശാലും യഥാർത്ഥത്തിൽ ജനാധിപത്യ ഗവൺമെന്റുകൾ പുറകോട്ട് പോകാൻ പാടില്ല. എന്നാൽ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, അതെല്ലാം ഇപ്പോഴും വളരെ വളരെ പ്രയാസത്തിലും കഷ്ടതയിലും മനുഷ്യന്റെ ഭക്ഷ്യഭദ്രത പോലും പൂർണ്ണമായി ഉറപ്പുവരുത്താനാകാത്ത നിലയിലേക്ക് നമ്മുടെ രാജ്യം ഇപ്പോഴും അതിലേക്ക് സഞ്ചരിക്കുന്നുള്ളൂ, പൂർണ്ണതയിലെത്തിയിട്ടില്ല. ഒറ്റപ്പാലം താലൂക്ക് പ്രസിഡന്റ് MH അബ്ദുൽ നസീർ അധ്യക്ഷനായി. K ജനാർദ്ദനൻ അനുശോചന പ്രമേയവും താലൂക്ക് സെക്രട്ടറി PA സേതുരാജ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി T മുഹമ്മദ് അലി, വൈസ് പ്രസിഡന്റ് VP ജയപ്രകാശ്, ജില്ലാ സെക്രട്ടറി A കൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ V മണികണ്ഠൻ, CP ബാലചന്ദ്രൻ, K ബാലഗോപാൽ, പട്ടാമ്പി താലൂക്ക് പ്രസിഡന്റ് K അച്യുതൻകുട്ടി,
സെക്രട്ടറി എ പ്രേമചന്ദ്രൻ, മണ്ണാർക്കാട് താലൂക്ക് സെക്രട്ടറി പി ഹംസ, കെ ഗോപിനാഥ്, പ്രദീപ്, സ്വരാജ് തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് മുതിർന്ന റേഷൻ വ്യാപാരികളെ ചടങ്ങിൽ ആദരിച്ചു. കൂടാതെ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ റേഷൻ വ്യാപാരികളുടെ മക്കളെയും അനുമോദിച്ചു. MH അബ്ദുൽ നസീറിനെ പ്രസിഡന്റായും PA സേതുരാജിനെ സെക്രട്ടറിയായും കെ ഗോപിനാഥനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. പെരിന്തൽമണ്ണയുടെ പുതിയ കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. നിർമ്മാണ ജോലികൾ മുടങ്ങിക്കിടന്ന ഈ ടൗൺ ഹാളിന്റെ പൂർത്തീകരണത്തിന് നഗരസഭ 7 കോടി രൂപ അനുവദിക്കുകയായിരുന്നു. പൊതുമേഖലാ സ്ഥാപനമായ FIT ലിമിറ്റഡാണ് നിർമ്മാണ കരാറുകാർ. 2.5 വർഷമായി നിർമ്മാണ ജോലികൾ സ്തംഭനത്തിലായിരുന്ന പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാൾ പൂർത്തിയാക്കാൻ നഗരസഭ 7 കോടി രൂപ അനുവദിച്ചതോടെ നിർമ്മാണ പ്രവൃത്തികൾ ദ്രുതഗതിയിലാണ് പുരോഗമിച്ചത്. FIT ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ചുമതലയിലാണ് നിർമ്മാണം. 2ാം ഘട്ടമായി സിവിൽ ജോലികൾക്കായി 3,80,00,000 രൂപയും അവസാനഘട്ട പ്രവൃത്തികൾക്ക് 3,95,00,000 രൂപയുമാണ് ചിലവഴിക്കുന്നത്. 2020 നഗരസഭയുടെ 25ാം വാർഷികത്തിൽ രജത ജൂബിലി പദ്ധതിയുടെ ഭാഗമായി 500 കോടി രൂപയുടെ 25 വികസന പദ്ധതികൾ നടപ്പാക്കാൻ നഗരസഭ ലക്ഷ്യം വെച്ചിരുന്നു. 25 വികസന പദ്ധതികളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് പഴയ മുനിസിപ്പൽ ടൗൺ ഹാൾ പൊളിച്ചു നീക്കി പകരം ആധുനിക കൺവെൻഷൻ സെന്റർ പദ്ധതി എന്നത്. 7 കോടി രൂപ ചെലവിൽ ആധുനിക ടൗൺ ഹാൾ പണിയാനായിരുന്നു തുടക്കത്തിൽ തീരുമാനം. 1984 പെരിന്തൽമണ്ണ പഞ്ചായത്തായിരുന്ന കാലത്ത് നിർമ്മിച്ച പഴയ ടൗൺ ഹാൾ കാലപ്പഴക്കവും സൗകര്യങ്ങളുടെ കുറവും കാരണം പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 13ാം പഞ്ചവത്സര പദ്ധതിയിൽ പുതിയ കൺവെൻഷൻ സെന്റർ എന്ന നിർദ്ദേശം ഉയരുകയായിരുന്നു. 3 നിലകളിലായി 22,174 ചതുരശ്ര മീറ്ററിലാണ് കൺവെൻഷൻ സെന്റർ ഒരുങ്ങുന്നത്. ആദ്യം അനുവദിച്ച 7 കോടി രൂപയിൽ 4 കോടി ചെലവിൽ കെട്ടിടത്തിന് രൂപമാക്കിയെങ്കിലും കരാറുകാരൻ പ്രവൃത്തികൾ നിർത്തിവെച്ചു. പിന്നീട് 2.5 വർഷം പ്രവൃത്തികളൊന്നും നടന്നിരുന്നില്ല. അതോടെ FITക്ക് പുതിയ ടെൻഡർ നൽകുകയായിരുന്നു. ഇതിന്റെ ബേസ്മെന്റ് ഫ്ലോറിൽ 50 കാറുകളും 200 ഇരുചക്ര വാഹനങ്ങളും നിർത്താൻ സൗകര്യമുണ്ടാവും. ഗ്രൗണ്ട് ഫ്ലോറിൽ കിച്ചനും 250 പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാളുമുണ്ട്. 1ാം നിലയിലെ ഓഡിറ്റോറിയത്തിൽ 500 പേർക്ക് ഇരിക്കാൻ സൗകര്യമുണ്ടാകും. ഇന്റീരിയർ ജോലികളും അടിയിലെ വാഹന പാർക്കിംഗ് ഭാഗത്തെ ഇന്റർലോക്കും കോൺക്രീറ്റും ചെയ്യുന്ന പ്രവൃത്തികളുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ പരിപാടികൾ നടന്നിരുന്ന വേദിയായിരുന്നു പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാൾ. നിർമ്മാണം പൂർത്തിയാക്കി പുത്തൻ പ്രൗഢിയോടെ കൺവെൻഷൻ സെന്ററായി വൈകാതെ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. പട്ടാമ്പിയിൽ മുഹമ്മദ് മൂസിൻ MLAയുടെ എക്സലൻസ് അവാർഡ് വിതരണം നടന്നു. എഡ്യൂഫെസ്റ്റും സംഘടിപ്പിച്ചു. പട്ടാമ്പി മണ്ഡലത്തിൽ SSLC, +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ കരസ്ഥമാക്കിയവർ, LSS, USS, NMMS സ്കോളർഷിപ്പ് നേടിയവർ, യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കൾ, കലാകായിക മേഖലകളിൽ സംസ്ഥാന, ദേശീയ അവാർഡുകൾ നേടിയവർ, വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങൾ എന്നിവർക്കാണ് MLAയുടെ എക്സലൻസ് അവാർഡ് സമ്മാനിച്ച് ആദരിച്ചത്. ഇതോടൊപ്പം ശ്രദ്ധ എഡ്യൂഫെസ്റ്റും സംഘടിപ്പിച്ചു. മികച്ച വിജയം നേടുന്നവരെ മാത്രമല്ല അല്ലാത്തവരെയും അവരുടെ കഴിവുകൾ കണ്ടെത്താനുള്ള പദ്ധതികളാണ് മണ്ഡലത്തിൽ രൂപം നൽകിയിരിക്കുന്നതെന്നും ഇത്തരത്തിലുള്ള പദ്ധതികളാണ് ടാലന്റ് സെർച്ച് എന്നും മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. വരും വർഷങ്ങളിൽ പട്ടാമ്പിയിൽ ഇന്റർനാഷണൽ തരത്തിലുള്ള എജിയോ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നും MLA സൂചിപ്പിച്ചു. ആ കുട്ടികളെ കണ്ടെത്തി അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ടാലന്റ് ഹഡ് അല്ലെങ്കിൽ ടാലന്റ് സെർച്ച് എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടി നമ്മൾ നടപ്പിലാക്കുകയാണ്. ആ പദ്ധതി വളരെ മികച്ച രീതിയിൽ ഇനി വരാനിരിക്കുന്ന ദിവസം നടപ്പിലാക്കുകയും അതിൽ നിന്ന് കഴിവ് തെളിയിക്കുന്ന കുട്ടികളെ ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളും നടക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾ അറിയിക്കുകയാണ്. ഇതിന് അവസാനം പരിസമാപ്തി എന്നുള്ള നിലക്ക് നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ ഇന്ന് ഇവിടെ ഒരു എഡ്യൂഫെസ്റ്റ് നടന്നു. അത് മണ്ഡലം തലത്തിലാണ്. ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു എഡ്യൂക്കേഷൻ കോൺക്ലേവ് പട്ടാമ്പിയിൽ സംഘടിപ്പിക്കുക വരുന്ന വർഷങ്ങളിൽ എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതുകൂടി നടപ്പിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അപ്പൊ വികസന പദ്ധതികൾ ജനങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നതോടൊപ്പം അത് നാളെയുടെ തലമുറയെ അവരെങ്ങനെയായിരിക്കണമെന്ന് കൂടി തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ചടങ്ങിൽ കില ഡയറക്ടർ A. നിസാമുദ്ദീൻ വിശിഷ്ടാതിഥിയായി. ഡോക്ടർ TP സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MK ബേബി ഗിരിജ, A. ആനന്ദവല്ലി, രതി ഗോപാലകൃഷ്ണൻ, NK അബ്ദുൾ ലത്തീഫ്, പ്രോഗ്രാം കോർഡിനേറ്റർ റഫീഖ്, T. ഗോപാലകൃഷ്ണൻ, NP വിനയകുമാർ, AEO KT സുമതി തുടങ്ങിയവരും വിവിധ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു.
ക്ലിനിക്ക് സാധാരണക്കാരന്റെ ആശ്രമ ALPS അമന്നൂർ ശ്രീഹരി ALPS PDP നെല്ലായ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതിയ ആംബുലൻസ് നാടിന് സമർപ്പിച്ചു. ചടങ്ങിൽ SSLC+2 വിജയികളെയും അനുമോദിച്ചു. PDP മുന്നൊരുക്കം 2025 എന്ന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് നെല്ലായ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ആരോഗ്യവേദിയുടെ ആംബുലൻസ് നാടിന് സമർപ്പിച്ചത്. PDP സംസ്ഥാന വൈസ് ചെയർമാൻ സിയാവുദ്ദീൻ തങ്ങൾ നാടിന് സമർപ്പിച്ചു. പഞ്ചായത്തിലെ SSLC+2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഹരിതകർമ്മസേന അംഗങ്ങളെയും സെക്രട്ടേറിയറ്റ് മെമ്പർ മുത്തുമൗലവിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. തുടർന്ന് ചേർന്ന ജില്ലാ കൗൺസിൽ യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി മൈലക്കാട് ഷാ ഉദ്ഘാടനം ചെയ്തു. മുസ്തഫ മാരായമംഗലം പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. PTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് റഹ്മാൻ കുരുക്കൾ, ISF പ്രതിനിധി ആഷിഫ് അലി, WIM പ്രതിനിധി സ്വാലിഹ പേങ്ങാട്രി, മുസ്തഫ മേലാടയിൽ, സമീർ മോളൂർ, മുഹമ്മദ്, അജ്മൽ ഇരുമ്പാലശ്ശേരി, മൊയ്തുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒരു ഇടവേള കൂടി. കേരള പ്രവാസി സംഘം ഒറ്റപ്പാലം വില്ലേജ് സമ്മേളനവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ഏരിയ സെക്രട്ടറി AP അഷ്റഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം ഒറ്റപ്പാലം വില്ലേജ് സമ്മേളനവും അനുമോദന സദസ്സുമാണ് സംഘടിപ്പിച്ചത്. കൊടിയുയർത്തിയതോടെ സമ്മേളന നടപടികൾക്ക് തുടക്കമായി. കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഏരിയ സെക്രട്ടറി AP അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് എല്ലാ തലത്തിലുമുള്ള ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ കഴിയുന്നുണ്ട്. അതെങ്ങനെയാണ് സാധ്യമായത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മുടെ രാജ്യം കഴിഞ്ഞ 5 പതിറ്റാണ്ടുകൾ, അതായത് 1970 ശേഷം ഇന്ന് ഈ നിമിഷത്തിലും ഇനി വരാനിരിക്കുന്ന നാളുകളിലും കേരളത്തിലെ ജനങ്ങളുടെ ജീവിത വ്യവസ്ഥിതി മാറ്റിമറിക്കുന്നതിൽ എത്ര വലിയ പങ്കാണ് കേരളത്തിലെ പ്രവാസികൾ നിർവഹിക്കുന്നത് എന്ന് നമ്മളിൽ പലർക്കും വലിയ പിടുത്തമില്ല. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി മുഖ്യാതിഥിയായി. എന്തായാലും ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ പ്രവാസികളുടെ ഈ സമ്മേളനത്തിൽ ഇത്രയും ആളുകൾ പങ്കെടുക്കുകയും അത് വിജയിപ്പിക്കുകയും കാണുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. നമ്മുടെ ഒറ്റപ്പാലത്ത് ആദ്യ യോഗങ്ങളൊക്കെ കൂടുമ്പോൾ വളരെ കഷ്ടപ്പാടായിരുന്നു ഇതിലാരെങ്കിലും എത്തിച്ചേരുക, അല്ലെങ്കിൽ കുറച്ച് പേര് വന്നു വരുള്ളൂ. അങ്ങനെ വന്ന് നമ്മുടെ ഈ ഒരു ഇത്രയും നല്ലൊരു സമ്മേളനമാക്കി തീർക്കുവാനും അതിൽ പങ്കെടുക്കുവാനും എല്ലാവരും പങ്കെടുപ്പിക്കുവാനും കഴിഞ്ഞൊരു സന്തോഷമുണ്ട്. ഇനിയും കുറേ പേര് പങ്കെടുക്കാനുണ്ട്. ഇപ്പം നമ്മുടെ പ്രവാസികളുടെ ക്ഷേമവേദിയിലേക്ക് ഒപ്പിടാനൊക്കെ വേണ്ടി വരുമ്പോൾ കുറേ കാലമായി അന്നും ചെയ്തില്ല. എന്താണ് അന്ന് ക്ഷേമനിധിയിൽ അന്ന് ഇതിനോടൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു ഞാനാണ് പറഞ്ഞത്. ഇപ്പോൾ അതിനെ വിശ്വസിക്കുന്നു, അത് ചേരുന്നതിന് വേണ്ടി ചേരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് അത്ര കഷ്ടപ്പെട്ടാണ് അതിൻ്റെ വില്ലേജ് നമ്മുടെ സമ്മേളനങ്ങൾ കൂടുകയും ആളുകളെ ചേർക്കുകയും ചെയ്തത്. ഇന്ന് അതത്ര പ്രയാസപ്പെട്ടാലും ഇന്ന് ആളുകൾക്ക്, പ്രവാസികൾക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പാലം വില്ലേജ് പ്രസിഡന്റ് കാസിം അധ്യക്ഷനായി. സെക്രട്ടറി PK ശ്രീകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് C മുകുന്ദൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CPM ലോക്കൽ സെക്രട്ടറി അബ്ദുൾ റസാഖ്, ജില്ലാ കമ്മിറ്റി അംഗം കമലം, വിജയശ്രീ തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സംഘടനയിലെ അംഗങ്ങളുടെ മക്കളെയും അനുമോദിച്ചു. മോഹനനെ പ്രസിഡന്റായും വിജയശ്രീ രാമകൃഷ്ണൻ തുടങ്ങിയവരെ വൈസ് പ്രസിഡന്റായും PK ശ്രീകുമാറിനെ സെക്രട്ടറിയായും ഉണ്ണി ഹരിദാസൻ തുടങ്ങിയവരെ ജോയിന്റ് സെക്രട്ടറിമാരായും മുഹമ്മദ് കാസിമിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. സിവിൽ സർവീസ് പ്രിലിംസ് പരീക്ഷയിൽ ഹൈദരലി ശിഹാബ് തങ്ങൾ ക്രിയ സിവിൽ സർവീസ് അക്കാദമിക്ക് മികച്ച നേട്ടം. അക്കാദമിയിൽ നിന്നും 30 പേർ ജേതാക്കളായി. ഈ വർഷത്തെ UPS സിവിൽ സർവീസ് പ്രിലിംസ് പരീക്ഷയിൽ പെരിന്തൽമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ ക്രിയ സിവിൽ സർവീസ് അക്കാദമി മികച്ച നേട്ടം കൊയ്തു. ക്രിയ അക്കാദമിയുടെ 30 വിദ്യാർത്ഥികൾ ജേതാക്കളായി.
100 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയിരുന്നത്. 2023 നജീബ് കാന്തപുരം MLA നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ക്രിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ചതാണ് അക്കാദമി. ആദ്യ വർഷം തന്നെ 9 വിദ്യാർത്ഥികൾ പ്രിലിംസ് പരീക്ഷയിൽ വിജയിച്ചിരുന്നു. ഇതിൽ 3 പേർ മെയിൻസ് പരീക്ഷയും വിജയിച്ചു. ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയായ റാഷിദ് അലി സിവിൽ സർവീസ് നേടിയിരുന്നു. കഴിഞ്ഞ വർഷം 19 വിദ്യാർത്ഥികളാണ് പ്രിലിംസ് പരീക്ഷ വിജയിച്ചത്. ഈ വർഷം കൂടുതൽ വിദ്യാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത് അക്കാദമിയുടെ വലിയ നേട്ടമാണ്. പ്രിലിംസ് പരീക്ഷയിൽ മികച്ച വിജയം നേടാനായതിൽ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ടെന്നും വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇതെന്നും അക്കാദമിയുടെ ചെയർമാനും സ്ഥാപകനുമായ നജീബ് കാന്തപുരം MLA പറഞ്ഞു. ഓഗസ്റ്റിലാണ് ഈ വർഷത്തെ മെയിൻസ് പരീക്ഷ. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. 2024-25 അധ്യയന വർഷത്തിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെയാണ് ആദരിച്ചത്. ചടങ്ങ് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ USS, NMMS ക്ലാസ് ടോപ്പേഴ്സ്, വിദ്യാരംഗം, സംസ്കൃതം സ്കോളർഷിപ്പ്, രാജ്യപുരസ്കാർ, മാത്സ്, സാമൂഹ്യശാസ്ത്രം, NCC തുടങ്ങി വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. MLA അഡ്വക്കേറ്റ് പ്രേംകുമാർ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി. MSc ഫിസിക്സിൽ 1ാം റാങ്ക് നേടിയ പൂർവ്വ വിദ്യാർത്ഥി ആദിത്യയെയും ചടങ്ങിൽ അനുമോദിച്ചു. PTA വൈസ് പ്രസിഡന്റ് PG മോഹനകൃഷ്ണൻ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ രാധാകൃഷ്ണൻ ക്യാഷ് അവാർഡ് നൽകി. A ഹരിദാസ്, സ്കൂൾ പ്രിൻസിപ്പൽ PS ആര്യ, പ്രധാനാധ്യാപിക B സുനിതകുമാരി എന്നിവർ പ്രസംഗിച്ചു. വിവിധങ്ങളായിട്ടുള്ള സംഘടനകൾ, സ്ഥാപനങ്ങൾ ഒക്കെ കുട്ടികളെ അനുമോദിക്കുകയും അവർക്ക് ആദരവ് നൽകുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ഒട്ടുമിക്ക SSLC+2 ഉന്നത പഠനത്തിൽ അർഹത നേടിയ കുട്ടികളും ഒരു പക്ഷേ ഇതിനു മുമ്പ് അത്തരം അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിയവരാകും എന്ന് ഞാൻ കരുതുകയാണ്. പക്ഷെ വിദ്യാലയം നൽകുന്ന സ്നേഹം, ആദരവ് അത് വളരെ വളരെ വൈകാരികമായിട്ടുള്ള ഒന്നുകൂടിയാണ്. എപ്പോഴും തങ്ങൾ പഠിച്ച വിദ്യാലയത്തിൽ സഹപാഠികൾക്കൊപ്പം രക്ഷിതാക്കൾക്കൊപ്പം പഠിപ്പിച്ച അധ്യാപകർക്കെല്ലാം ഇടയിൽ നിന്ന് നമുക്ക് തരുന്ന ഒരു സമ്മാനം എന്ന് പറയുന്നത് വളരെ വളരെ പ്രചോദനവും പ്രോത്സാഹനവും നമുക്ക് നൽകുന്നതാണ്. അത് ഏറ്റുവാങ്ങുന്നവർക്ക് മാത്രമല്ല, തൊട്ടു താഴെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും പൊതുവിൽ വിദ്യാലയത്തിനാകെ വലിയ ഉന്മേഷവും സന്തോഷവും പകരുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള വിജയോത്സവങ്ങൾ. കാഞ്ഞിരപ്പുഴ സഹകരണ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളെ ആദരിച്ചു. കാഞ്ഞിരപ്പുഴ, തച്ചമ്പാറ പഞ്ചായത്തുകളിലെ SSLC+2 സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികളെയും സംഘത്തിലെ മികച്ച സഹകാരികളെയുമാണ് ആദരിച്ചത്. ചിറക്കിൽപ്പടി ഹാളിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങ് പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കോടിക്കണക്കിന് മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകാനെടുത്ത ത്യാഗവും ആർജവുമാണ് ഇന്ന് നാം കാണുന്ന രാജ്യത്തിന്റെ പുരോഗതിയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MP പറഞ്ഞു. ഇനി വരാൻ പോകുന്ന ഒരു തലമുറ ഉണ്ടല്ലോ, പൂർവാധികം ശക്തിയുള്ള ഊർജ്ജസ്വലമായ ഒരു തലമുറ വരുന്നത്, അതിൽ വളരെ അഭിമാനം കൊള്ളേണ്ടത് ആരറിയോ? സർക്കാരുകളെക്കാൾ, സംഘടനകളെക്കാൾ പാവപ്പെട്ട മാതാപിതാക്കൾ, തൊഴിലാളികൾ, സാധാരണക്കാർ. അവരുടെ കൈപ്പേറിയ അനുഭവങ്ങൾ കൊണ്ട് അവർക്ക് ഈ സമൂഹത്തിൽ നിന്നുണ്ടായുള്ള അപകീർത്തി സഹിക്കാൻ വയ്യാണ്ട് ജീവിച്ചവരാണ്. ജീവിതത്തിൽ എല്ലാ കഷ്ടപ്പാടും അനുഭവിച്ചവരാണ്. അവരന്നൊരു പ്രതിജ്ഞെടുത്തിട്ട് ഞാൻ പണം ഉണ്ടാക്കും, ഞാൻ സുഖം ജീവിക്കുന്നല്ല, ഞാൻ ഇതിനൊക്കെ പകരം വിട്ടു, എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കും, അവരെന്നേക്കാൾ നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും, അവർക്ക് നല്ല വരുമാനം, സുരക്ഷിതത്വം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് രാവും പകലില്ലാണ്ട് കഷ്ടപ്പെട്ട കോടിക്കണക്കിന് ആളുകളുടെ വിയർപ്പും ചോരയുമാണ് ഇന്ന് നമ്മുടെ നേട്ടത്തിൽ പ്രധാനപ്പെട്ടത്. അതിൽ ജാതിയില്ല, മതമില്ല, പ്രത്യേകിച്ച് മിഷണറിമാരില്ല. എല്ലാ സംഘടനകളും, എല്ലാ വിദ്യാഭ്യാസ രംഗത്ത് വിജയിച്ചുള്ളവരും, അധ്യാപകരും, അവരുടെയൊക്കെ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ ഈ രാജ്യത്തിന്റെ വികസനത്തിൽ, പുരോഗതിയിൽ നിർണായകമായി പങ്കുവച്ചിരിക്കുകയാണ്. സംഘം പ്രസിഡന്റ് മുഹമ്മദ് ചെറൂട്ടി അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി KA തുളസി മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് C അച്യുതൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, പഞ്ചായത്ത് മെമ്പർമാരായ CT അലി, P രാജൻ, പ്രിയ സുനിൽ, റീന സുബ്രഹ്മണ്യൻ, ജോയ് ജോസഫ്, അബുബക്കർ ബാവി, ഗിസാൻ മുഹമ്മദ്, MV മുസ്തഫ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബാങ്കിലെ മികച്ച സഹകാരികളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് MP പുരസ്കാര സമർപ്പണം നടത്തി.
അമ്പലപ്പാറയിൽ കനത്ത മഴയിൽ വീടിന്റെ അടുക്കള ഭാഗം തകർന്നു വീണു. ചെറുമുണ്ടശ്ശേരി പൊട്ടച്ചർ വീട്ടിലെ 80-കാരിയായ നാണിയുടെ വീടിന്റെ അടുക്കള ഭാഗമാണ് തകർന്നു വീണത്. സമീപത്തെ മതിലിന് മുകളിലേക്കാണ് അടുക്കള ഭാഗം തകർന്നു വീണത്. ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. ഈ സമയം നാണി വീടിന് മുൻവശത്തായതിനാൽ വൻ അപകടം ഒഴിവായി. പ്രധാന വാർത്തകൾ വീണ്ടും. അപകടക്കെണിയായി ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ റോഡിലെ കുഴികൾ. പൈപ്പ് ലൈൻ നിർമ്മാണത്തിനായി മാസങ്ങൾക്ക് മുന്നേ എടുത്ത കുഴി ഇതുവരെയും നികത്തിയില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. വാഹന പരിശോധനയുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ. മണ്ണർക്കാട് പോത്തോഴിക്കാവ് തടയണയുടെ പരിപാലനത്തിൽ ആക്ഷേപവുമായി നാട്ടുകാർ. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി പരാതി. കനത്ത മഴയിൽ ഒറ്റപ്പാലം സപ്ലൈകോ ബസാറിന് മുന്നിൽ വെള്ളക്കെട്ട്. വഴിയാത്രയ്ക്ക് പോലുമാകാതെ വലഞ്ഞ നാട്ടുകാർ. ദേശീയപാതയിലെ കുഴിയിൽ വീണുണ്ടായ അപകടം. ഓട്ടോ ഡ്രൈവർ മരിച്ച സംഭവത്തിൽ അധികാരികൾക്കെതിരെ കേസെടുക്കണമെന്ന് യൂത്ത് ലീഗ്.